4 ചോദ്യങ്ങളുണ്ട്, ചോദിച്ചോളൂ. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മള് മലപ്പുറം ജില്ലയ്ക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ കോച്ച് തരാത്ത, റെയിൽവേ സ്റ്റോപ്പ് തരാത്താണോ? ചോദിക്കൂ. നേരത്തെ അഷ്റഫ് അലി സൂചിപ്പിച്ചു, പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് ഇടതുപക്ഷം തമിഴ്നാട്ടിൽ വോട്ട് ചോദിക്കുന്നു. മുന്നണി മാറാത്തവരോ നല്ല മുസ്ലിം ലീഗ്. അഷ്റഫ് അലി കുറച്ച് പുറകോട്ട് പോയാൽ കേരളത്തിലടക്കം ഇടതുപക്ഷത്തോടൊപ്പം മന്ത്രിസഭയിൽ ഇരിക്കേണ്ടി വന്നവരാണ് ലീഗ് എന്ന ബോധ്യമുണ്ട്. ഒരൊറ്റ ചോദ്യം, നേരത്തെ അയാൾ ചോദിച്ച അതേ ചോദ്യം. ഇടതുപക്ഷം നിങ്ങൾ വയസ്സ് വെച്ചുകൊണ്ടൊക്കെ ചലഞ്ച് ചെയ്യുന്നത്, ഇടതുപക്ഷം വയസ്സായവരെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ പേരിലെങ്കിലും ഇടതുപക്ഷത്തിൽ ചെറുചുറുക്കുള്ള 2 ചെറുപ്പക്കാർ മത്സരിക്കുന്നുണ്ട്. സംശയമില്ലല്ലോ. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അങ്ങനെ പറയുന്നു. ഓക്കെ, നിങ്ങൾ ഇനി ഏജ് കൊണ്ടുവരണ്ട. അഷ്റഫ് അലിയെ പോലുള്ള ചെറുപ്പക്കാർ ലീഗിലില്ലേ? അവരെന്നും മത്സരിക്കും. അഷ്റഫ് അലിക്ക് വയസ്സായിട്ട് വേണോ ഇനി മത്സരിക്കാൻ? അല്ല, ഇങ്ങനെ പോയാൽ അഷ്റഫ് അലി അടക്കമുള്ള ആളുകൾക്ക് ദുആ ചെയ്യേണ്ടി വരും. ഇവിടെയുള്ള ലീഗിന്റെ സമുദ്ര നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങാൻ വേണ്ടി ദുആ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? കാലിക പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നല്ല രാഷ്ട്രീയം പറയുന്ന അഷ്റഫ് അലിയെ പോലെയുള്ള ചെറുപ്പക്കാരുടെ, അഷ്റഫ് അലി വേണ്ട, രാഷ്ട്രീയ മത്സരിക്കാൻ താല്പര്യമില്ല, മാറി നിൽക്ക്. ഒരുപാട് ആള്, PK ഫിറോസ് അടക്കമുള്ള ആളുകൾ റെഡിയാണ്, മത്സരിക്കാൻ റെഡിയാണ്, മത്സരിച്ച് പരാജയപ്പെട്ടുവാണ്. അപ്പൊ അനുഭവ സമ്പത്തുണ്ട്. അത് വെച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തൂടാ? യുവത്വം മത്സരിക്കട്ടെ. രാഹുൽ ഗാന്ധി നയിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ സുപ്രധാനമായ സമരങ്ങൾ നടക്കുമ്പോ ഒരു കർഷക സമരത്തിന്റെ, ഇപ്പൊ ലീഗുകാരൊക്കെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, കർഷക സമരം ഇവിടെ ആരംഭിച്ചത് ആരാണ്? ഇതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. ഈ നാട്ടിലെ കിസാൻ സഭയും കർഷക സംഘവും തുടങ്ങി വെച്ച സമരം, ആ സമരത്തിൽ അവസാനം ഇതാ കപ്പടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ട്രാക്ടറിൽ വന്നിറങ്ങുന്നു, എന്നിട്ട് ഞാനും ഉണ്ട് ഈ മത്സരത്തിൽ എന്ന് പറയുന്നു. ഇതാണ് സാഹചര്യം. പൗരത്വ ഭേദഗതിയും നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല? കേരളത്തിൽ വന്ന് നിങ്ങൾ മുസ്ലിം ലീഗ് വലിയ നൈറ്റ് മാർച്ച് നടത്തുന്നു. ഞങ്ങൾക്ക് എല്ലായിടത്തും ഒരേ നിലപാടാണ്. കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾക്ക് ഒരേ നിലപാടാണ്. ആ സംസ്ഥാനത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം.